ഹായ് ഓൾ, നാളത്തെ എക്സാമിൽ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത്. സോ ഏതൊരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതേണ്ട രൂപമാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൽ നിന്നും എങ്ങനെ ഇമെയിൽ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിന്റെ മാർക്ക് കുറയും. ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു വെച്ചത് കൊണ്ട് കാര്യമില്ല, കാരണം ചാപ്റ്റർ അറിയാൻ വേണം. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഫോർമാറ്റുകൾ നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇമെയിലിന് മിക്കപ്പോഴും 7 മാർക്കും 8 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 6 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഇമെയിൽ ലെറ്റർ എഴുതുന്നത് പോലെ തന്നെയാണെങ്കിലും ചില മാറ്റങ്ങൾ നമ്മൾ അതിൽ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെറ്ററിന്റെ അതേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ്. നമുക്ക് നോക്കാം. ഇത് ഒരു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രത്നയെ നമ്മുടെ സൗഹൃദ ക്ലബ്ബ്, നമ്മുടെ സ്കൂളിലെ സൗഹൃദ ക്ലബ്ബ് നമ്മുടെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമ്മുടെ രത്ന ദീദി എന്നുള്ള ചാപ്റ്ററിലെ ദീദി അല്ലേ, ദീദി അല്ല, മറ്റേ ഈ ഒരു ഹൊറഗല്ലൂരിലെ രത്നനെ നമ്മൾ എന്താക്കാണ്, ഇൻവൈറ്റ് ചെയ്യാണ്. ആ ഒരു ഇമെയിൽ നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? മറ്റൊരു ക്വസ്റ്റ്യൻ, ആകാംക്ഷ ഫൗണ്ടേഷൻ, ഇവിടെയാണ് ദീദി. ഓക്കെ, ഇറ്റ്സ് എ സിഗ്നിഫിക്കന്റ് ജോബ് ബൈ ട്രാൻസ്ഫോമിംഗ് ലീവ്സ് ഓഫ് അൺപ്രിവിലേജ്ഡ് ചിൽഡ്രൻ. ഓക്കെ, ആകാംക്ഷ ഫൗണ്ടേഷൻ കാരണം കുറെ ആൾക്കാർ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്താക്കി, അവരുടെ ജീവിതം തന്നെ മാറി. ഡ്രാഫ്റ്റ് ഇമെയിൽ ടു യുവർ ഫ്രണ്ട് യുവർ ഇംപ്രഷൻ അബൌട്ട് ആകാംക്ഷ ഫൗണ്ടേഷന്റെ ആ ഒരു ഇംപ്രഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ആകാംക്ഷ ഫൗണ്ടേഷൻ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളത് എനിക്ക്. അതുപോലെ തന്നെ ഇർഫാൻ അലാമിന്റെ മറ്റേ ചാപ്റ്റർ ഉണ്ടല്ലോ, 3 വീൽ റെവല്യൂഷൻ, ആ ചാപ്റ്റർ, ദീദി എന്നുള്ള ചാപ്റ്റർ, അതുപോലെ തന്നെ ഹൊറഗല്ലു എന്നുള്ള ചാപ്റ്റർ, ഏതൊക്കെയോ ചാപ്റ്റർ റിലേറ്റഡ് എന്തായാലും ഒരു ഇമെയിൽ റൈറ്റിംഗ് നിങ്ങളുടെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിച്ചോ. ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതായത് അതിന്റെ ഗൈഡ് ലൈൻസ് ആണ്, റൈറ്റ് ദ സെൻഡേഴ്സ് മെയിൽ ഐ ഡി ഇൻ ദ പ്ലേസ് പ്രൊവൈഡഡ് ഫോർ ദാറ്റ്. അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ആ ഒരു മെയിൽ ഐ ഡി, സെൻഡേഴ്സ് മെയിൽ ഐ ഡി abcd@gmail.com എന്ന് ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി അവിടെ കൊടുത്തിരിക്കണം. കാരണം അതാണ് ഇതൊരു ഇമെയിൽ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള, വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ അവിടെ ഈ മെയിൽ ഐ ഡി കൊടുത്തിട്ട് സബ്ജക്ട് എന്നുള്ള കോൾ ഉണ്ടായിരിക്കും, അവിടെ സബ്ജക്ട് കൊടുത്തത്. ഒരു സപ്പോസ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ആ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുക്കുക, റിസീവേഴ്സ് മെയിൽ ഐ ഡി കൊടുക്കുക. എന്നിട്ട് അവിടെ CC/BCC ഉണ്ടായിരിക്കും. ജസ്റ്റ് ചുമ്മാ CC/BCC നമ്മൾ എഴുതി കൊടുക്കുക. കാർബൺ കോപ്പിയും ബ്ലൈൻഡ് കാർബൺ കോപ്പി, ഇതൊക്കെയാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. CC/BCC എഴുതി കൊടുത്തിട്ട് അവിടെ ബ്ലാങ്ക് ആക്കിയിടുക. ഓക്കെ, എന്തെങ്കിലും ഇമെയിൽ ഐ ഡി എഴുതി കൊടുക്കാം, പക്ഷെ അവിടെ ഒന്നും എഴുതണ്ട, ബ്ലാങ്ക് ആക്കിയിടുക. പക്ഷേ CC/BCC എഴുതി കൊടുക്കുക, കാരണം ഇതൊരു മെയിൽ ഐ ഡി ആണെന്നുള്ളതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് അവിടെ സബ്ജക്ട് കൊടുക്കണം. അത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, എന്തിനാണ് ഈ ഒരു മെയിൽ ഐ ഡി അയക്കുന്നത് എന്നുള്ളത്. ഒരു ഗ്രീറ്റിനോട് കൂടിയിട്ട് ഡിയർ സർ അല്ലെങ്കിൽ സർ എന്ന് കൊടുക്കാം. ഒരു ഈ ഫോർമൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ സാറോ മാഡമോ കൊടുക്കുക. ഡിയർ സാറോ അല്ലെങ്കിൽ ഡിയർ മാം എന്നെങ്കിലും കൊടുക്കുക. ഒരിക്കലും ഡിയർ എന്ന് മാത്രം കൊടുക്കരുത്. ഓക്കെ, ഫോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാമല്ലോ. സ്റ്റാർട്ട് വിത്ത് ഇൻഡിക്കേഷൻ ഓഫ് വാട്ട് മെസ്സേജ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണോ സബ്ജക്ട് എന്നുള്ളത് ഒന്നുകൂടി കുറച്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. എന്താണ് ആവശ്യം, എന്തെങ്കിലും ഒരു പെർമിഷൻ കിട്ടാനാണെങ്കിൽ ആ പെർമിഷന്റെ ഉദ്ദേശം, എന്ത് പെർമിഷൻ ആണെന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെസസറി ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് പാരഗ്രാഫിൽ കുറച്ച് കൊടുക്കുക. ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ. എന്നിട്ട് അവസാനം പൊളൈറ്റ് ആയിട്ട് നമ്മൾ എന്താക്കുക, പൊളൈറ്റ് ആയിട്ട് അവസാനിപ്പിക്കുക. യുവർ സിൻസിയർലി റിഗാർഡിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഒരു കോമയൊക്കെ ഇട്ടിട്ട് അവസാനിപ്പിക്കുക. അവസാനം ആ ഒരു മെസ്സേജിന്റെ അല്ലെങ്കിൽ ആ ഒരു ലെറ്ററിന്റെ ഇമെയിൽ അതിന്റെ ഏറ്റവും അടിയിൽ നിങ്ങളുടെ പേരും കൊടുക്കുക. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർ എന്ന് കൊടുത്തു, സബ്ജക്ട് കൊടുത്തു, CC/BCC ഒക്കെ ഒഴിച്ചിട്ടു, അതുപോലെ തന്നെ ടു അഡ്രസ് കൊടുത്തു. എന്നിട്ട് എന്താണ് സംഭവം എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. ചെറിയ ലെറ്റർ മതി, വളരെ ചെറുത് മതി. ആക്ച്വലി ഡീറ്റെയിൽസ് പറയാം, അല്ലാതെ അവരോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുകയോ അവരുടെ ഫാമിലി മാറ്റേഴ്സ് അന്വേഷിക്കുകയോ ഒന്നും വേണ്ട, കാരണം ഇത് ഫോർമൽ ലെറ്റർ ആണ്. അവസാനം എന്താണോ ഉദ്ദേശം എന്നുള്ളത് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താങ്ക് യു കൊടുത്തിട്ട് നമ്മൾ എന്താക്കുക, നമ്മളുടെ നെയിം കൊടുക്കുക. പിന്നെ ഇതുപോലെ ഭയങ്കര ഒഫീഷ്യൽ സംഭവങ്ങളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ഥാനങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തിന്റെ ഡീറ്റെയിൽസും അവിടെ എന്താക്കാൻ പറ്റും, ആ ക്ലോസിംഗ് ലൈനിൽ എഴുതി കൊടുക്കാൻ പറ്റും. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നാളത്തെ ആ ഒരു ഇമെയിൽ സൂപ്പർ ആയിട്ട് എഴുതാൻ പറ്റും. ഏത് രീതിയിലുള്ള ഇമെയിൽ ആണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇന്നത്തെ ലൈവിൽ നമ്മളെ ഇമെയിൽ ഐഡികളോ അല്ലെ ഇമെയിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെ ഏത് ഇമെയിൽ വന്നു കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും, അതിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ രാത്രി 7 മണിക്കുള്ള കൃത്യം 7 മണിക്കുള്ള ലൈവ് മിസ് ചെയ്യരുത്. ഇംഗ്ലീഷ് ഈ ഒരു ലൈവോട് കൂടി നിങ്ങൾ സെറ്റ് ആവും, പവർ ആവും, വേറെ ലെവലാവും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം, നമ്മൾ എന്താക്കുന്നുണ്ട്, മെഗാ മാരത്തോൺ വരുന്നുണ്ട് കൃത്യം 7 മണിക്ക്. അവർക്കൊക്കെ അയച്ചു കൊടുക്കുക, ആ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.